16 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഒരു കിടക്കയിൽ കിടന്ന സാഹചര്യത്തിൽ നിന്ന്, പാമ്പ് കടിയേറ്റ് മരണകരമായ സാഹചര്യത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ചു കൊണ്ടുവന്നത്. ഞാനിന്ന് പുറകോട്ടിറങ്ങി നോക്കുമ്പോൾ എൻ്റെ ജീവിതം എനിക്ക് തന്നെ അത്ഭുതമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തി തരുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. 6 പ്രാവശ്യം പ്രിഡിഗ്രി എഴുതി തോറ്റു കഴിഞ്ഞ്, 5 പ്രാവശ്യം പ്രിഡിഗ്രി എഴുതി തോറ്റു കഴിഞ്ഞ് 6ാമത്തെ പ്രാവശ്യം എഴുതാൻ സ്തോത്രം കഴിയത്തില്ല. കാരണം ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത്. ഒരു ഇക്വേഷൻ പോലും ഓർമ്മയിൽ വരുന്നില്ല. അങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ സ്തോത്രം ഒരു മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, സ്തോത്രം 50 രൂപയും ഈ വീട്ടിലേക്ക് പോകാൻ. വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് റേഷൻ മേടിക്കാൻ നിർവാഹമില്ല. 35 രൂപ കൊടുത്ത് അരി, 100 മുളക്, 100 മല്ലി, 2 ഉടുപ്പ്. ഇങ്ങനെയുള്ള കാലയളവിൽ ഏകദേശം 2 വർഷത്തോളം രഹസ്യമായ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ജീവിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ എൻ്റെ പിതാവ് കിടക്കയിലാണ്. ഞാനാണ് മൂത്ത മകൻ, ഇളയ 3 സഹോദരങ്ങൾ. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ മാതാവ് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇനിയും ദൈവത്തിന് വേണ്ടി കർത്താവ് അനേക ലോകരാജ്യങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ളവനാണ്. കൃപയാൽ 12-ൽ പരം രാജ്യങ്ങളിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ദൈവം കൃപ നൽകി. സ്തോത്രം. നിരാശയുടെ അങ്ങേ അറ്റത്ത് കിടക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവിനെ കരം പിടിച്ചുയർത്താനിടയായത്. കഴിഞ്ഞ 36 വർഷമായി വിശ്വാസ ജീവിതത്തിൽ, ശുശ്രൂഷാ ജീവിതത്തിൽ കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കാണാനിടയായി തീർന്നു. സ്തോത്രം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളെ പണിയുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ സന്ദർഭത്തിൽ ഈ മാതാവ് വന്ന് കടന്നു വന്ന് പറയുമ്പോൾ ഞാൻ ആ സ്തോത്രം പോയി പ്രിഡിഗ്രിയുടെ എക്സാം ഒന്നുകൂടെ എഴുതി. മാത്സും ഫിസിക്സുമാണ് കിട്ടാൻ ഉള്ളത്. അത് രണ്ടും പോയി എഴുതിയിട്ട് റിസൾട്ട് നോക്കാൻ പോലും പോയില്ല. സ്തോത്രം. കാരണം ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ മുൻപും പിൻപും അടയ്ക്കപ്പെട്ടവനായി മണക്കാല ബൈബിൾ കോളേജിലേക്ക് വന്നു. അവിടെ വരുമ്പോഴാണ് എൻ്റെ ശരീരം സൗഖ്യമാകുന്നത് തന്നെ. പാമ്പുകടിയുടെ അണലിയുടെ വിഷബാധയേറ്റ നെർവസ് സിസ്റ്റമൊക്കെ തകർന്ന്, സ്തോത്രം, അതിനുശേഷമായി കൈയും കാലും ഒക്കെ ഇങ്ങനെ പൊട്ടി. ഈ രോഗത്തോടെയാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ ചെന്നെത്തുന്നത്. പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടും ഈ കാല് സൗഖ്യമായില്ല. മുറിച്ച് കളയണമെന്ന് പറഞ്ഞ കാലുമായിട്ടാണ് ഇന്ന് സ്തോത്രം ഇന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. സ്തോത്രം. അന്ന് സ്തോത്രം ഹല്ലേലൂയ ആ നിലവാരത്തിലിരിക്കുമ്പോൾ ഇതിലേക്ക് എന്നെ നയിച്ച കാര്യം, സ്തോത്രം ഹല്ലേലൂയ, ഞാൻ പ്രിഡിഗ്രിയുടെ പരീക്ഷ എഴുതിയിട്ട് കടന്നു വന്നു. പക്ഷേ ഞാൻ പ്രാവശ്യം ജയിച്ചു. സ്തോത്രം. 1 മാസം കഴിഞ്ഞിട്ട് പോലും ഞാൻ റിസൾട്ട് നോക്കാൻ പോയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷയില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ഞാൻ ജയിക്കുവാനിടയായി. സ്തോത്രം. അഭിഷേകത്താലെ ദൈവം എന്നെ നിറച്ചു. സ്തോത്രം. ഒരു മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ച് ഇംഗ്ലീഷിന് നല്ല ഓർമ്മയുള്ളപ്പോൾ 100-ൽ 5ഉം, സ്തോത്രം, ഹിന്ദിക്ക് 75-ൽ 9ഉം ഒക്കെ പ്രിഡിഗ്രിക്ക് വാങ്ങിയ ഞാൻ, സ്തോത്രം ഹല്ലേലൂയ, കൃപയാൽ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. സ്തോത്രം. അല്ലെങ്കിൽ ട്രിപ്പിൾ മെയും BAയും MAയും MS സൈക്കോളജിയും BTHും BDയും MTHും ഡോക്ടറേറ്റും ഒക്കെ എടുക്കാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. 1-ാം ക്ലാസ്സിൽ പോലും 100-ൽ 100 മാർക്ക് വാങ്ങിച്ചിട്ടില്ലാത്ത ഞാൻ ഡോക്ടറേറ്റിന് A+ ഗ്രേഡോടാണ് പാസ്സായത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്തോത്രം, അവർ ഗോഡ് ഈസ് ഗ്രേറ്റ്. ഹല്ലേലൂയ.